ഞാനിപ്പോൾ വന്നിട്ടുള്ളത് നമ്മൾ പുസ്തകത്തിന് എങ്ങനെയാണ് പൊതിയിടൽ എങ്ങനെയാണെന്നൊന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിതാ ഇപ്പോൾ ചെറിയൊരു നോട്ട് ബുക്കാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടി എന്നാ ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ ഈ പേപ്പർ റോള് നമ്മുടെ പുസ്തകത്തിന് അളവിനനുസരിച്ച് ആദ്യം കട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് ഇതുപോലെ ഉള്ളിലോട്ടൊന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ രണ്ട് സൈഡ് ഇവിടെയും കട്ട് ചെയ്യുക, കുറച്ചങ്ങ് കട്ട് ചെയ്ത് കൊടുക്കുക. അതേപോലെ ഇപ്പുറത്തെ സൈഡും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അതേപോലെ മുകൾ ഭാഗം ഇവിടെയും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. കുറച്ചാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത്, തിരിച്ചും കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ ഈ പുസ്തകത്തിൻ്റെ ഈ താഴെ ഉള്ളത് ഇതിൻ്റെ അകത്ത് കൂട്ടി വെക്കുക. നമ്മുടെ പുസ്തകത്തിൻ്റെ നേരെ മുകളിലായിട്ട് എന്നിട്ട് അകത്തേക്ക് മടക്കി കൊടുക്കുക. അന്നേരം നമുക്കിത് ഇളകി പോകുമൊന്നുമില്ല. അതേപോലെ തിരിച്ചും ചെയ്ത് കൊടുക്കാം. അകത്ത് ചെയ്യാതെയും ചെയ്യാം. അതേപോലെ നമ്മൾ താഴെ ഭാഗം കട്ട് ചെയ്യാണ്ടും നമ്മുടെ ഈ നോട്ട് ബുക്കിൻ്റെ ഉള്ളിൽ ഈ വൈറ്റ് പേപ്പറെല്ലാം പൊക്കി വെച്ച് അതിൻ്റെ സൈഡിലോട്ടും നമുക്ക് ഇറുക്കി കൊടുക്കാം. അപ്പം ഞാനിപ്പോൾ ഇതുപോലെയാണ് ചെയ്തിട്ടുള്ളത്. ഇത് ഇളകി പോവില്ല. അഥവാ എന്തെങ്കിലും ആണെങ്കിൽ നമുക്കിവിടെ സ്റ്റാപ്ലർ പിന്നെ അടിച്ചു കൊടുക്കാം. എന്തായാലും ഇളകി വരില്ല. ഇനി അഥവാ വേണമെന്നുണ്ടെങ്കിൽ ഇളകൊന്ന് തോന്നിയാൽ ഇത് രണ്ടും കൂടെ തമ്മിൽ ഇവിടെ സ്റ്റാപ്ലർ ചെയ്യുക. അതേപോലെ തിരിച്ചു സ്റ്റാപ്ലർ ചെയ്യാം. അങ്ങനെ 4 സൈഡും കൂടെ ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മളിത് അങ്ങനെ വലിയ ടെക്സ്റ്റ് പുസ്തകത്തിനും കൂടെ പൊതിയിടുന്നതാണ്. അപ്പോൾ അതും ഇതുപോലെ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മുടെ പുസ്തകത്തിനനുസരിച്ചിട്ട് നമുക്ക് അതുപോലെ കട്ട് ചെയ്തെടുക്കാം. വേറെ രീതിയിലൊക്കെ ചെയ്യാം. നമുക്ക് ഈ പുസ്തകത്തിൻ്റെ ഈ താഴെ ഭാഗം കട്ട് ചെയ്യാണ്ട് ഈ നടു പുസ്തകം വെക്കുന്ന അവിടെ ചെയ്യാണ്ട് നമ്മുടെ പുസ്തകം തുറന്ന് വെച്ചിട്ട് നമ്മുടെ അകത്തുള്ള ലാസ്റ്റ് 2 പേജ് നേരെ വെച്ച് അതിൻ്റെ ഇടയിൽ കൂടി വെച്ചും നമുക്ക് പൊതിയിടാം. ഞാൻ ഇതുപോലെയാണ് പൊതിയിട്ട് കൊടുക്കൽ. ഇളകിപ്പോകുന്നില്ല. നമുക്ക് സ്റ്റാപ്ലർ അടിച്ചാൽ കുറച്ചുകൂടെ സേഫ്റ്റി ആയി. അത് അങ്ങനെ ഇളകില്ല. അപ്പോൾ കുഞ്ഞുങ്ങളെല്ലാം ആകുമ്പം അത് ബാഗിൽ നിന്ന് 2-3 തവണ എടുക്കുമ്പോഴത്തേക്ക് ഏകദേശം കീറിൻ്റെ വക്ക് തന്നെ എത്തും. അതുകൊണ്ടാണ് ഇങ്ങനെ സ്റ്റാപ്ലർ അടിച്ച് കൊടുക്കാൻ തന്നെ വെച്ചത്. അതിൻ്റെ അകത്ത് ചേർത്താൽ ഇതുപോലെ അങ്ങ് ചെയ്ത് കൊടുത്താൽ ഇളകിപ്പോവില്ല. അതിൻ്റെ അകത്തുനിന്ന് ഇളകി വരില്ല. അങ്ങനെ മൊത്തം ഇതുപോലെ സ്റ്റാപ്ലർ ചെയ്ത് കൊടുക്കാം. നമുക്ക് 4 സൈഡ് വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം. ഒരു ഭാഗത്ത് തന്നെ 4 സൈഡ്. അപ്പോൾ ഞാൻ ഇത് മൊത്തത്തിൽ 4 സൈഡാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ എല്ലാ പുസ്തകങ്ങളും പൊതിയിട്ടിട്ടുണ്ട്. ഇളകി പോവില്ല. ഇനിയിപ്പം നമുക്കിതിന് സ്റ്റിക്കർ അടിച്ചു കൊടുക്കാം. നമുക്ക് പേരൊക്കെ എഴുതി കൊടുക്കേണ്ടത് നമ്മുടെ പുസ്തകമാണോ എന്ന് തന്നെ അറിയണ്ട. അങ്ങനെ ഞാൻ മൊത്തത്തിൽ സ്റ്റിക്കറും കൂടെ ഇതുപോലെ അങ്ങ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ പുസ്തകത്തിനും പൊതിയിട്ടു. എല്ലാം റെഡിയായി. പൊതിയൊക്കെ ഇട്ട് സ്റ്റിക്കറൊക്കെ അടിച്ച് നല്ല വൃത്തിയായി പുസ്തകം വെച്ചിട്ടുണ്ട്. അപ്പോൾ പൊതിയിടുമ്പോൾ നമ്മുടെ പുസ്തകത്തിനുള്ള ഭംഗി വരുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.